ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക ഉണ്ടാക്കാൻ പോവാണ്. ഇടിച്ചക്ക തോരൻ. അപ്പോൾ വലിയമ്മ രാവിലെ തന്നെ ഒരു ചക്ക അപാകത്തിനുള്ള ഒരു ചക്ക നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് വെട്ടാനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വലിയമ്മച്ചി വന്നിട്ട് അത് വെട്ടി സെറ്റാക്കുവാണ്. അപ്പോൾ കുരു മുറ്റാത്ത പരുവത്തിനുള്ള ചക്കയാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. നമ്മളത് വെട്ടിയെടുക്കുന്നത് അത്ര ശ്രമകരമായ പണിയാണ്. കുരു ഉറയ്ക്കാത്ത കട്ടിയാവാത്തതാണ് നമുക്കിതിന് വേണ്ടത്. അതിനായിട്ട് ചെറിയ പീസുകളായിട്ട് ആദ്യം ഒന്ന് വെട്ടിയെടുക്കണം. വലിയൊരു പാകത്തിന് വെട്ടിയെടുക്കണം. അതാണ് ആദ്യം ചെയ്യുന്ന പണി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോകളെല്ലാം വാച്ച് ചെയ്ത് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുക. നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. സമയക്കുറവ് മൂലമാണ് വീഡിയോസൊന്നും സെറ്റായി എടുക്കാൻ പറ്റാത്തത്. വർക്കും കാര്യങ്ങളൊക്കെ തിരക്കാണ്, അതുകൊണ്ടാണ് പറ്റാത്തത്. എങ്കിലും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ ചെയ്യുന്നതാണ്. നമ്മൾ ആ വെട്ടിയെടുത്തത് കറ കളഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ കുക്കറിലിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അതായത് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വേവുന്നതാണ്. ഇതല്ലാതെ പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഇത് നമ്മൾ കുക്കറിലെത്തി കൂടെ വേഗത്തിൽ വേവാൻ വേണ്ടി ചെയ്തതാണ്. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വേവും, നല്ല വെന്ത് നല്ല കുഴഞ്ഞു വരും. ഇനി അത് ചൂട് കളയാനായിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ. കണ്ടില്ലേ, വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ആ പരുവത്തിന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് വേവിച്ച് കളയാനും പാടില്ല, എങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വിസിലടിച്ചപ്പോൾ തന്നെ എടുത്തത്. അത് എല്ലാ നാട്ടിലും എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരു പേര് പല സ്ഥലത്തും പേരായിരിക്കും അറിയപ്പെടുന്നത്. എന്നാലും ഇടിച്ചക്ക എന്നാണ്. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് കഴിച്ചത് എറണാകുളം വൈഫിൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. കേട്ടിട്ടുണ്ട് ചെറിയ ചക്കയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. നമുക്ക് ചക്കയുടെ ഫുള്ള് ഗുണങ്ങളും കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് സെറ്റായിട്ടൊന്ന് ഇടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പണ്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്, വൈഫിൻ്റെ അമ്മ. അതിനുശേഷം കുരുമുളക്, വറ്റൽമുളക്, 4 വറ്റൽമുളകും ഒരു അരപ്പിടി കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 6-7 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് ജാറിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചട്ടി വയ്ക്കുക. ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് നല്ലോണം പൊട്ടിയിട്ട് ബാക്കിയുള്ള ഇടുക. നമ്മൾ ആ മിക്സിയിൽ ചതച്ച് വെച്ച സാധനം, ആ ഒരു പേസ്റ്റ് പരുവത്തിനുള്ള സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊന്ന് മൂത്ത് വരും. നമുക്ക് അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ കുറച്ച് തേങ്ങയും കൂടെ എടുക്കണം. ഒരു അരമുറി തേങ്ങ തിരിയത് ഇതിലേക്ക് ചേർക്കുക. കറിവേപ്പില 2 കൊണ്ടയാണ് ഇതിൽ ചേർക്കേണ്ടത്. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി നന്നായി മസാലയുടെ ഒരു മണം, തേങ്ങയുടെ പച്ചമണം, കറിവേപ്പിലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സിമ്പിളാണ്, നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ആ ചക്കയുടെ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറിയ ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മാക്സിമം എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ട് നോക്കുക. ഇവിടുത്തെ വിഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടായാലും അല്ലാതായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കേ.